നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റ് ഐറ്റംസാണ്. മൈസൂർ പാക്ക്. അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ അടിപൊളിയായിട്ട് ഈ മൈസൂർ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു 1/4 കിലോയ്ക്ക് അടുത്തുള്ളൊരു കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ചൂടാക്കണ്ട. തീ നമ്മളൊരു ചെറിയ തീയിലിട്ടിരിക്കുകയാണ് ചട്ടി. ഇത് ഇളക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ഒത്തിരി അങ്ങ് ഇതാവേണ്ട. ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് പാത്രത്തിലൂടെ തന്നെ തിരിച്ചിട്ടേക്കും. അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേലും ഒരു സ്റ്റീൽ പാത്രമോ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് തടകി വെക്കണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രമാണിത്. ആദ്യം തന്നെ നമുക്കിത് റെഡിയാക്കി വെക്കാം. ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് സിറപ്പാക്കി എടുക്കണം. നല്ലപോലെ തിളപ്പിച്ച് സിറപ്പാക്കി എടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കട്ടിയാണ്. ശകലം കൂടെ ഒരു ചെറിയൊരു നൂൽപ്പരുവം പോലെ ആവണം. അതുവരെ ഇതൊന്ന് നല്ലപോലെ തിളപ്പിക്കും. അപ്പോൾ ഇത് ഷുഗർ സിറപ്പൊക്കെ നല്ല റെഡിയായിട്ടുണ്ട്. ഇപ്പം തീ അല്പം കുറച്ച് വെച്ച ശേഷം ഇത് മീഡിയം തീയിലിട്ടിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് നമുക്കിത് മൊത്തം ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ ഇതിനകത്തിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. മീഡിയം തീയിലിട്ട് വേണം ചെയ്യാൻ. ഇനി കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തൊരു ശകല നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തവിയാണ്, ചെറിയ തവിക്ക്. അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന നെയ്യെല്ലാം ഈ കടലമാവ് വലിച്ചെടുക്കും. അതുവരെ നമുക്കൊരു നല്ലപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ നമുക്ക് മിക്സാക്കാം. കൈ എടുക്കാതെ നമുക്ക് ഇളകി കൊടുക്കാം. ഒരു ചെറിയ തവി നെയ്യിടം കൊണ്ട് ചേർത്തേക്കാം. ഇതൊരു 4-5 മിനിറ്റുള്ളിൽ ഇത് റെഡിയാവും. ഇത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ നെയ്യൊക്കെ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലൂടെ നമുക്കിത് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ നല്ലപോലെ നമ്മളിത് പാത്രത്തിനകത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ തണുക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് പുറത്തിരിക്കണം. പുറത്തിരുന്ന് നല്ലപോലെ സെറ്റാവണം. സെറ്റായ ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നല്ലപോലെ തണുക്കട്ടെ.
പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഞങ്ങളിത് ഇന്നലെ വൈകുന്നേരം ചെയ്തിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെയാണ് ഇത് കട്ട് ചെയ്തത്. ഇത് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.